ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. വേവിക്കാൻ പരുവത്തിന് ആയിട്ടുള്ളൊരു ചക്ക ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് രാത്രി ആയാലും വേണ്ടില്ല, ചക്കയൊക്കെ ഒരുക്കി പറക്കി വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ചേട്ടായിക്ക് കൈയൊക്കെ ആവുന്ന സമയത്ത് എല്ലാം ഒരുക്കി പാത്രത്തിലാക്കി അടുക്കളയിൽ കൊണ്ട് തരുമായിരുന്നു കേട്ടോ. എനിക്ക് വേവിച്ചാൽ മാത്രം മതിയായിരുന്നു, വേറൊന്നും ചെയ്യണ്ടായിരുന്നു. ചക്ക ഇപ്പോൾ ഒരുക്കാനാണെങ്കിൽ ഒരു സഹായിയായിട്ട് കൂടെ നിന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. അക്കുവിന് എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ പഠിക്കുമായിരുന്നേ. ചക്കയും ചക്കക്കുരുവൊക്കെ ഒരുക്കാൻ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ചെയ്യുമ്പം സമയം പോകുന്ന അറിയത്തില്ല, എളുപ്പം പണിയും കഴിയുമല്ലോ. അങ്ങനെ ഏതായാലും ചക്കയൊക്കെ വേവിച്ചു, മീൻകറി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി രാത്രിയിലെ ഭക്ഷണം കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നെന്മേനിക്കുന്നിൽ നിന്ന് ചെറിയമ്മയും ചെറിയച്ഛനും മോനും വല്യച്ഛൻ്റെ മോനും പിന്നെ അനിയൻ്റെ മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരോടെല്ലാം വർത്താനം പറയലും എല്ലാം ഇതിൻ്റെ ഇടയ്ക്കൂടെ കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റപ്പം കാട്ടാട് 2 നിപ്പുണ്ട്. ഇതൊക്കെ എപ്പോഴും വരുന്നതാണ്, എപ്പോഴും കാണുന്നതൊക്കെയാണ്. എന്നാലും ഇത് സാധാരണ പോലെയല്ല കേട്ടോ, നല്ല ഇണക്കമുണ്ട്. ഞാൻ ഒരുപാട് അടുത്ത് പോയി നിന്ന് വീഡിയോ എടുത്തിട്ട് അവരങ്ങനെ ഓടിയൊന്നുമില്ല. കുഞ്ഞിപ്പെണ്ണ് പിന്നെ വന്ന് ഉറുമ്പ് കടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളമൊക്കെ വെച്ചപ്പോഴാണ് ഇത് ഓടിപ്പോയത്. കുഞ്ഞിപ്പെണ്ണ് കാണാതെയാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അവൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അവൾ ഞാൻ പോകുന്നൊന്നും കണ്ടേയില്ല. എന്നാലും എങ്ങനെയാണോ ഞാൻ ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് അവൾ അറിഞ്ഞു, പുറകെ വരികയും ചെയ്തു. പുറകെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഈയലൊക്കെ ഉണ്ടല്ലോ, ഈയലെന്നാട്ടോ ഇവിടെ പറയുന്നത്. അതിന് വേറെന്തൊക്കെയോ പേര് പറയാറുണ്ട്, മഴപ്പാറ്റ എന്നൊക്കെ പറയുമല്ലോ. ആ ഒരു സംഭവമൊക്കെ പറമ്പിൽ കൂടെ ഉണ്ട്. അപ്പോൾ പൂച്ച അതൊക്കെ തിന്നുകൊണ്ടിരിക്കുക. പൂച്ചയും കാട്ടാടും ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട മൃഗങ്ങളെല്ലാം ഈ കാട്ടുമൃഗങ്ങളൊക്കെ ആയിട്ട് കൂട്ടാം കേട്ടോ. കാട്ടാട് അതിലെല്ലാം നടക്കുന്നത് കണ്ടിട്ടും പൂച്ച ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കേട്ടോ. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്കിവിടെ ഇന്നലെ നല്ല മഴ പെയ്തു. ഇതുവരെയും പെയ്തതിനേക്കാളും വലിയ മഴയായിരുന്നു ഇന്നലെ. ഭയങ്കര ഇടിയും പിന്നെ കൊള്ളിയാനും ഒക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്താലും വേണ്ടില്ല, കാറ്റും ഇടിയും മിന്നലും ഒക്കെയാണ് എനിക്ക് പേടി. ഭയങ്കര പേടിയാണ് കേട്ടോ, കാറ്റും ഇടിയും മിന്നലും ഒക്കെ. അനങ്ങാൻ നിൽക്കണമല്ലേ, അതുങ്ങൾ പേടിച്ചോടുവേ. ഇന്നലെ അക്കു റേഷൻ കടയിൽ ഒറ്റയ്ക്ക് പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല റേഷൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, 1 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും അവൾ ഓട്ടോയൊക്കെ കൂട്ടി പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ കൂടെ വന്നിട്ടേ ഉള്ളൂ, അല്ലാണ്ട് ഒറ്റയ്ക്ക് പോയി ഇതുവരെ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മളിവിടെ കടയിലൊക്കെ പോകാറുണ്ട്. എന്നാലും റേഷൻ കടയിലൊക്കെ ആദ്യമായിട്ടാണ് പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ സ്വയം പര്യാപ്തത നേടിയെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നേ. പിന്നെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്, വേവിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു കറി പോലെ വെക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ചക്കയൊക്കെ ഒരുക്കി അരിഞ്ഞ് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞേച്ച് തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തു. പിന്നെ ലാസ്റ്റ് കടുകും വറുത്ത് ചേർക്കുക ചെയ്തേ. കറി പോലല്ലേ വെക്കുന്നത്, വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് 1-2 സ്പൂൺ തേങ്ങ വറുത്ത് വേണേലും ഇടാം. ഞാൻ തേങ്ങയൊന്നും വറുത്തിട്ടില്ലായിരുന്നേ. ചക്കയുടെ കൂടെ ഒരു ഇടിഞ്ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടിഞ്ചക്ക വാടാതെ വെക്കുന്നതാണല്ലോ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ പകുതി ഇടിഞ്ചക്ക എടുത്ത് കഷ്ണമാക്കി ഉപ്പൊക്കെ ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മീൻകറി വെക്കാനുള്ളത് കേട്ടോ ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇടിഞ്ചക്കയൊക്കെ നന്നാക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പാളയിലേക്കാണ് എല്ലാം അരിഞ്ഞൊക്കെ ഇടുന്നത്. അന്നേരം അരക്കൊന്നും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആവത്തില്ലല്ലോ, നമുക്ക് എടുത്ത് കളയാനും എളുപ്പമാണല്ലോ. പിന്നെ ഇടിഞ്ചക്കയുടെ തോലൊന്നും കളയത്തില്ല, അത് കോഴിക്ക് പഴയ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് തീറ്റയുടെ കൂടെ കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഉണ്ടെങ്കിൽ കുറച്ച് ഉലുവ പൊട്ടിക്കണം. ഞാനിപ്പം ഉലുവ ഇല്ലായിരുന്നു, ഉലുവയൊക്കെ ഉള്ളതെല്ലാം ഒന്നിച്ച് പൊടിച്ചു വെച്ചു. അതുകൊണ്ട് ലാസ്റ്റ് ഉലുവപ്പൊടി ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് വഴറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടാണ് തക്കാളി ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, ശകലം മാത്രമേ ചേർക്കാവുള്ളേ.
കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ തക്കാളി ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വാളംപുളി കേട്ടോ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇനിയിപ്പോൾ കുടംപുളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ വാളംപുളി കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ. കുടംപുളി ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അത് കഴിഞ്ഞ് വെട്ടിക്കഴുകി വെച്ച മീനൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുവാണ്. ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കും, കറിവേപ്പില ഇടും. ഇപ്പം തവി കൊണ്ട് മെല്ലെ ഇങ്ങനെ ഇളക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് മീൻ വെന്ത് തുടങ്ങിയാൽ പിന്നെ ചട്ടി ചുറ്റിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു പോകുമല്ലോ. മീൻകറി വേകുന്ന നേരം കൊണ്ട് ഞാൻ ഇടിഞ്ചക്ക തോരൻ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇടിഞ്ചക്കയൊക്കെ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. തേങ്ങയൊന്നും ഇടാതെ തോരൻ വെക്കുന്നത്. ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തൊന്ന് വഴറ്റുന്നുണ്ട്. ഞാനിങ്ങനെ അല്ലാതെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ചും തോരൻ വെക്കാറുണ്ടല്ലോ. ഇങ്ങനെ പച്ചമുളക് ഇട്ട് തോരൻ വെക്കുമ്പോൾ വെളുത്ത കളറിലിരിക്കും. പിന്നെ വാഴച്ചുണ്ട്, വഴുതനങ്ങ, ഇടിഞ്ചക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തോരൻ വെക്കുമ്പോൾ ഞാൻ മഞ്ഞൾ പൊടിയൊന്നും ചേർക്കാതെയാണ് തോരൻ വെക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന പച്ചക്കറികളൊക്കെ തോരൻ വെക്കുമ്പോൾ മഞ്ഞൾ പൊടിയൊന്നും ചേർക്കാറില്ല കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും സൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു വോയിസ് കൊടുക്കുന്ന സമയത്തെ. കടുക് പൊട്ടിച്ച സമയത്ത് 3-4 അല്ലി വെളുത്തുള്ളി തോലോട് കൂടി തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചതച്ചെടുത്തിട്ട് മൂപ്പിച്ചിട്ട് വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അന്നേരം മറന്നുപോയി. എന്നിട്ട് ലാസ്റ്റ് ഇടിഞ്ചക്കയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ നടുക്ക് ഒരു ചെറിയ ഭാഗത്ത് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് തോരൻ മൊത്തം ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇന്നലെ മൊത്തത്തിലൊരു ചക്ക മയമായിരുന്നു. ചോറിന് ചക്ക കറി വെച്ചതും ഇടിഞ്ചക്ക തോരനും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് തിളപ്പിച്ചു. എന്നിട്ട് ജ്യൂസാക്കി ഒരു കുപ്പിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. രാവിലെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടായിക്ക് കുടിക്കാനുള്ളതാണ്. ഞങ്ങളിന്ന് എല്ലാവരും കൂടെ പള്ളിയിൽ പോയി. ചേട്ടായി വന്നില്ല, ഞാനും പിള്ളേരും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ബസ്സൊക്കെ നോക്കി നിൽക്കുക. ബസ് വന്നിട്ടില്ല. രാവിലെ ചോറും കറിയൊക്കെ ആക്കി ചേട്ടായിക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ എടുത്ത് വെച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. പിള്ളേർക്ക് സൺഡേ സ്കൂളുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ചയും പള്ളിയിൽ പോയതല്ല, അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ സൺഡേ സ്കൂളിലൊക്കെ വിടണമല്ലോ. അങ്ങനെ രാവിലെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുക. കഴിഞ്ഞ ദിവസം വേവിക്കാൻ കിട്ടിയ ചക്ക മൂത്തതല്ലായിരുന്നു, അതിൻ്റെ പൊട്ടുകുരു കേട്ടോ. അതിങ്ങനെ ചീകി തോരൻ വെക്കാൻ നല്ലതാണ്. തേങ്ങായൊക്കെ ചിരണ്ടിയിട്ട് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട്. ഞാനിപ്പം ഏതായാലും കുറച്ച് ചക്കക്കുരുമാങ്ങ വെക്കാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ചക്കക്കുരുമാങ്ങ കറിയും ചിക്കൻ കറിയൊക്കെ ആക്കി പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വാടകയ്ക്ക് താമസിച്ചില്ല, കോളിയാടിയിലെ അയൽവക്കത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയോട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നു. പിന്നെ ചേച്ചി മഴയൊക്കെ വരുന്നുണ്ട്, മഴയൊക്കെ വരുന്നതിന് ചേച്ചി നേരത്തെ പോയി കിട്ടും. എടുത്ത് വെച്ച് ഓർമ്മകൾ സൂക്ഷിക്കാം. ചാര വിട്ടു. ഇനിയിപ്പോൾ ഇത് കൈകൊണ്ട് നന്നായിട്ട് നിരത്തണം. നിത്യവഴുതനയിലും പിന്നെ പച്ചക്കളർ വഴുതനയിലും ഒക്കെ കായൊക്കെ ആയിട്ടുണ്ട്. ഞാൻ മരവണ്ടയുടെ വിത്ത് നടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ എടുത്തതാണ് കേട്ടോ. ചാരവും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കരിയിലും ഒക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് മൂടി. അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണ വിത്ത് നടന്നേ. കുഴി കുത്തി ഇനി വിത്തിട്. കുറച്ച് മണ്ണിട്ടാൽ മതി. ഇനി അപ്പുറത്ത് അതവിടെ വരണം. മിടുക്കി. ഇച്ചിരി മണ്ണിട്. ആരാ വിത്ത് കുഴിച്ചിട്ട വെണ്ടയുടെ? ചാണകവെള്ളമല്ലേ? പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ പെയ്യാനും തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.